പിന്നെ ഞങ്ങളിപ്പോൾ കാശ്മീരാണുള്ളത്. പിന്നെ കാശ്മീരിൽ ഇപ്പോൾ 2 ദിവസമായിട്ട് ഗുൽമർഗ് പിന്നെ സോണമർഗ് ഒക്കെ പോയിട്ട് ഇന്ന് തുലിപ് ഗാർഡനിലാണ്. ഓൾറെഡി അടിപൊളിയാണ്. നമുക്ക് കറക്റ്റ് ഗൈഡൻസും കറക്റ്റ് സമയത്തും എല്ലാ സ്ഥലത്തും ഇവർ കൊണ്ടുപോകണുണ്ട്. എന്തുണ്ടെന്ന് വെച്ചാൽ എല്ലാ സംഭവങ്ങളും ഒരു A to Z കാര്യങ്ങൾ അവരെ മൈൻഡിലുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി എന്താ വെച്ചാൽ എല്ലാ സമയത്തും കറക്റ്റ് എത്തിപ്പെടുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുവിധം സ്ഥലങ്ങൾ അഥവാ ഞങ്ങളോട് പറഞ്ഞതിൽ ഉപരിയായിട്ടുള്ള സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കവർ ചെയ്യാണ്ട് ഈ തുലിപ് ഗാർഡനൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു എന്താ പറയുക ഫസ്റ്റായിട്ട് കിട്ടിയതാണ്. കാരണം ഇതിലൊന്നും ഞങ്ങളെ പിന്നെ പാക്കേജിൽ തുലിപ് ഗാർഡനൊന്നും പറഞ്ഞില്ല. പക്ഷേ അവന് പരമാവധി കവർ ചെയ്യിക്കുക എന്നുള്ള നിലക്ക് ഞങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയിട്ട് കാണിക്കുന്നുണ്ട്. ഏതായാലും പിന്നെ അതുവരെ പറയുകയാണെങ്കിൽ പിന്നെ പാക്കേജ് അടിപൊളി, പിന്നെ അതേമാതിരി ഫുഡ്, പിന്നെ അതേമാതിരി റൂം. പിന്നെ നമ്മൾ കേരളത്തിലെ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല. കാരണം നോർത്ത് ഇന്ത്യൻസ് ഫുഡ് അവിടെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളത് പിന്നെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഇവിടെ എത്തിയിട്ടും പിന്നെ നമ്മളെ കേരള ഫുഡ് വേണമെന്ന് പറഞ്ഞതിൽ അർത്ഥമില്ല. പക്ഷെ എന്തായാലും ഓൾറെഡി ഓക്കെ. പിന്നെ അത്യാവശ്യം തിരക്കുള്ള സമയമായിട്ടും ഞങ്ങളെ സമയത്തിന് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ബാക്കിയുണ്ട്. ഇനി ഒരു ദിവസം ഡൽഹിയിലുണ്ട്, ഷിക്കാര റൈഡ് ബാക്കിയുണ്ട്. അതിൻ്റെ ഭാഗങ്ങൾ പിന്നെ അവൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം. ഇപ്പോൾ ഞാൻ വീഡിയോസിൽ കാണിക്കുന്നുണ്ടല്ലോ, ആ വീഡിയോസിൽ കാണിക്കണ മാതിരി തന്നെ ഇതിൽ ഒരു പിന്നെ ഞങ്ങൾക്ക് ഇവനോട് ഇപ്പോൾ എന്തെങ്കിലും ഓന് ഒരു മോട്ടിവേഷനുള്ള നിലയ്ക്ക് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്കുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സത്യാവസ്ഥ എന്താന്നുള്ളത് ആ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, എങ്ങനെ റിവ്യൂ? അതെ ഞാൻ ഇവൻ്റെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ അല്ലാതെ നമുക്ക് ഇവരായിട്ട് യാതൊരു പരിചയമില്ല. ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് അതിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വന്നതാണ്. സത്യത്തിൽ ആൾക്കാർ വെറുതെ അല്ല പിന്നെ റിവ്യൂ ഒന്നും മോശമായ അഭിപ്രായം ചെയ്യാത്തത്. കാരണം ഓല് കറക്റ്റ് നേരത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് നമുക്ക് ഓരോ ഗൈഡൻസ് അഥവാ ഈ സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത്ര മുൻകരുതൽ കരുതണം, അങ്ങനെ അല്ലെങ്കിൽ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തിറങ്ങിയാൽ നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു കറക്റ്റ് നേരത്തെ പറഞ്ഞു തരാണ്ടാണ് നമുക്ക്. സത്യം പറഞ്ഞാൽ ഞങ്ങളെ പാക്കേജിൽ പറയാത്ത അത്രയും സ്ഥലങ്ങൾ കാണുന്നുണ്ട്. ടോട്ടലി ഫാന്റാസ്റ്റിക്. നിലവിൽ ഇത് കൊടുക്കണ പൈസക്ക് ഉള്ള മുതൽ ഓൽ ചെയ്ത് തരുന്നുണ്ട്. കാരണം എല്ലാം ഫുഡാണെങ്കിലും റൂമാണെങ്കിലും പിന്നെ സമയത്തിന് അതാണ് നമുക്ക് മെയിൻ. ഗൈഡൻസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എവിടെ എത്തില്ല. കാരണം ഇപ്പോൾ ഇവിടെ തുലിപ് സീസണാണ്, ഏറ്റവും റഷ് ടൈമാണ്. അത്രയും ട്രാഫിക്കും ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിട്ട് എത്ര നേരത്തെ ഇറങ്ങിയാൽ എങ്ങനെ പോവാം എന്നുള്ളത് ഓലൊരു പ്ലാൻ തയ്യാറാക്കി വെച്ചിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലാതെ ഒരിക്കലും ഈ സമയത്തൊന്നും ഇവിടെ എത്തൂല. ഓല് പറഞ്ഞ പ്ലാനിങ്ങിൽ നമ്മൾ സെറ്റ് ആവണം. അതെ അല്ല ഞാൻ നടക്കൂല. ഇവർ പറയുന്ന സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങുക എന്നുള്ളത് അത് മെയിനാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആകെ പാടും. പിന്നെ ഓലെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളേതായാലും ഒരു 32 മെമ്പേഴ്സ് തന്നെ ഉണ്ട് മൊത്തത്തിൽ. അത് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. പിന്നെ കണ്ണൂരുണ്ട്, അതേമാതിരി തൃശ്ശൂർ, ആലപ്പുഴയിലല്ലടാ ആലുവ ടീമുണ്ട്. മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുള്ള ആൾക്കാരുണ്ട്. ഓ ഫാന്റാസ്റ്റിക്.